Good morning, dear students. നമുക്ക് നമ്മുടെ തേർഡ് മൊഡ്യൂളിലുള്ള കുറച്ച് ബാക്കിയുള്ള മാർക്കറ്റ് എന്നുള്ള പാർട്ടിലുള്ള കുറച്ച് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നും വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള ഒരു എസ്ഐ ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പോൾ നോട്ട് ചെയ്യാം. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അതൊരു നമുക്കറിയാം, ദർ ആർ വേരിയ ടൈപ്സ് ഓഫ് മാർക്കറ്റ്സ്. നമ്മൾ എക്കണോമിക്സിൽ ഒരുപാട് വ്യത്യസ്ത ടൈപ്സ് ഓഫ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ മോഡൽ ഓഫ് മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് സ്ട്രക്ചർ ഇൻ വിച്ച് ദർ ആർ ലാർജ് നമ്പേഴ്സ് ഓഫ് സെല്ലേഴ്സ് ആൻഡ് buyers are selling and buying a homogeneous product so that no individual firm can influence the price of the commodity. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മാർക്കറ്റ് സ്ട്രക്ചറാണ്. ആ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഒരുപാട് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ്. അപ്പോൾ സെല്ലേഴ്സും ഒരുപാടുണ്ട്, ബയേഴ്സും ഒരുപാടുണ്ട്. ദേ ആർ സെല്ലിങ് ഹോമോജീനിയസ് പ്രോഡക്റ്റ്. ഏതൊരു സെല്ലർ എടുത്ത് നമ്മൾ പോയാലും യു വിൽ ഗെറ്റ് സെയിം പ്രോഡക്റ്റ്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, സൈസ്, പ്രൈസ് ത്രൂ ഔട്ട് ദ മാർക്കറ്റ്. അങ്ങനത്തെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് എ മാർക്കറ്റ് സ്ട്രക്ചർ ഇൻ വിച്ച് ദർ ആർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ബൈയിങ് ആൻഡ് സെല്ലിങ് എ ഹോമോജീനിയസ് പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ നോ ഇൻഡിവിജ്വൽ ഫേം ക്യാൻ ഇൻഫ്ലുവൻസ് ദ മാർക്കറ്റ്. ഒരു ഇൻഡിവിജ്വൽ ഫേമിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരു ബയർക്കും സ്വാധീനിക്കാൻ കഴിയില്ല, മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കഴിയില്ല. ഇഷ്ടം പോലെ ബയേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ സെല്ലേഴ്സ്. അപ്പോൾ നോ വൺ ക്യാൻ ഇൻഫ്ലുവൻസ് ദി മാർക്കറ്റ്. ദ മാർക്കറ്റ് ആൻഡ് പ്രൈസ് ഇസ് ഡിപ്പെൻഡ് ബൈ ദ മാർക്കറ്റ് ഫോഴ്സസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ ഇൻ ദ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ all firms said to be price takers that must sell its output at that market price. അപ്പോൾ പ്രൈസ് is determined by the ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസസ്, മാർക്കറ്റ് ഫോഴ്സസ്. അതുകൊണ്ട് തന്നെ എല്ലാ സെല്ലേഴ്സും പ്രൈസ് ടേക്കേഴ്സാണ്. എല്ലാവരും പ്രൈസ് ടേക്കേഴ്സാണ്, നോട്ട് പ്രൈസ് മേക്കേഴ്സ്. പ്രൈസ് ആരും ക്രിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് തോന്നിയ പ്രൈസ് ഇടാൻ കഴിയില്ല. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസിന് വിൽക്കുക എന്നുള്ളതേ പറ്റൂ. അപ്പോൾ ദേ ആർ പ്രൈസ് ടേക്കേഴ്സ് ഇൻ മാർക്കറ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ കാരണം ഒരു ഇൻഡിവിജ്വൽ സപ്ലയർക്ക് ഒരു മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കഴിയില്ല, ഒരു ഇൻഡിവിജ്വൽ ബയർക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദേ ആർ ഓൾ ആർ പ്രൈസ് ടേക്കേഴ്സ്. ഓക്കെ, അപ്പോൾ അവർക്ക് സ്വാധീനം കുറവുള്ളത് കൊണ്ടാണ് പ്രൈസ് ടേക്കേഴ്സ് ആവുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ്, ഇത്രയേ ഉള്ളൂ മീനിങ്. ഇനി വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഫസ്റ്റ് ഫീച്ചർ, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ആ മാർക്കറ്റിൻ്റെ പ്രത്യേകത, there are large number of buyers and sellers of that commodity under perfect competition. അപ്പോൾ each too small to exert any influence on the price of the commodity by its action. അപ്പോൾ ഒരു ബയർക്കോ സെല്ലർക്കോ ഒരിക്കലും, അപ്പോൾ അവരൊരു ആ മാർക്കറ്റിൻ്റെ ചെറിയൊരു പോർഷൻ അല്ലെങ്കിൽ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് they can influence the മാർക്കറ്റിനെ ഒരിക്കലും സ്വാധീനിക്കാൻ കഴിയില്ല. ദെർഫോർ ഓൾ ആർ പ്രൈസ് ടേക്കേഴ്സ് ആണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് അസംഷൻ. ദാറ്റ് ഈസ് ഫീച്ചേഴ്സ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിൽ. പിന്നെ രണ്ടാമത്തത് ഹോമോജീനിയസ് പ്രോഡക്റ്റ്. ആ മാർക്കറ്റിൻ്റെ പ്രത്യേകത, എവിടെ പോയാലും എന്താണ്, വിൽ ഗെറ്റ് സെയിം പ്രോഡക്റ്റ്. ഓൾ ദ ഫേംസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രൊഡ്യൂസ് ഹോമോജീനിയസ് ഓർ പെർഫെക്റ്റ്ലി സ്റ്റാൻഡേർഡൈസ്ഡ് കമ്മോഡിറ്റി. അപ്പോൾ എല്ലാവരുടെ കയ്യിലും സെയിം കമ്മോഡിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ ദ ഹോമോജീനിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് വിച്ച് റെഫേഴ്സ് ടു, അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഹോമോജീനിയസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? ഹോമോജീനിയസ് പ്രോഡക്റ്റ് റെഫേഴ്സ് നോട്ട് ഓൺലി ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കമ്മോഡിറ്റി സച്ച് ആസ് കളർ, സൈസ്, കെമിക്കൽ കോമ്പൗണ്ട്സ്. അപ്പോൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് മാത്രമല്ല, ബട്ട് ഓൾസോ ദ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഇതെന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ലൊക്കേഷൻ ഓഫ് ദ സെല്ലർ, ക്രെഡിറ്റ് ഫെസിലിറ്റി, ഇതൊക്കെ സെയിമാണ്.
പ്രോഡക്റ്റ് മാത്രം എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ എന്താ വെച്ചാൽ പ്രൊഡക്റ്റുമായിട്ടുള്ള മാത്രമല്ല, അത് ആ പ്രോഡക്റ്റ് പിന്നെ വിൽപ്പന നടത്തുന്ന ലൊക്കേഷൻ, അതുപോലെ അത് ബാങ്ക് ഫെസിലിറ്റി എല്ലാം എല്ലാവർക്കും സെയിം ആയിരിക്കും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ഇറ്റ് ഈസ് ദ ടോട്ടൽ കണ്ടീഷൻ സറൗണ്ടിങ് ദ സെയിൽ ഓഫ് ദ പ്രോഡക്റ്റ് വിച്ച് വി മസ്റ്റ് ബി കൺസിഡർ. അപ്പോൾ എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ പ്രോഡക്റ്റായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് എന്താണ് ഹോമോജീനിയസ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഹോമോജീനിയസ് പ്രോഡക്റ്റ്. എവിടെ പോയാലും മാർക്കറ്റിൽ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റും അതുപോലെ പ്രോഡക്റ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാം സെയിം ആയിരിക്കും. പിന്നെ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഏതൊരു ഫേമിനും ഏത് സമയത്തും ഇൻഡസ്ട്രിയിലോട്ട് കയറി വരാനും അതുപോലെ തന്നെ ഒന്ന് എക്സിറ്റ് അടിക്കാനും അതിൻ്റെ ഫ്രീഡം ഉണ്ട്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഏത് സമയത്തും വരികയും ചെയ്യുക പോവുകയും ചെയ്യുക. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് the new firms are free to enter the industry and exiting firms are free to leave the industry if they desire to. ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഫേമിന് ഏത് സമയത്തും കയറി വരും ചെയ്യാം, പുതിയ ഫേമിന് കയറി വരും. അതുപോലെ നിലവിൽ എക്സിസ്റ്റിംഗ് ഫേം, പഴയ ഓൾഡ് ഫേംസിന് ഇതൊക്കെ ലീവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിനെല്ലാം 100% ഫ്രീഡം ഉണ്ട്. ദർ ആർ നോ റെസ്ട്രിക്ഷൻ ഓർ ലീഗൽ, നാച്ചുറൽ ഓർ മെയ്ഡ് ഓൺ ദ എൻട്രി. അപ്പോൾ അങ്ങനെ ഒരു എൻട്രി റെസ്ട്രിക്ഷൻ ഇല്ല, കംപ്ലീറ്റ് ഫ്രീഡമാണ്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് perfect mobility of resources. Okay, another important feature of perfect competition is that resources are perfectly mobile. അപ്പോൾ ആ മാർക്കറ്റിൽ labor, capital, organization, such kind of economic resources that are freely mobile within industry, അല്ലെങ്കിൽ ആ മാർക്കറ്റിലെ ഇൻഡസ്ട്രിയിൽ ഈ ഫാക്ടേഴ്സൊക്കെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അവിടെ എന്തില്ല, ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ. This characteristics ensures that resource or factors of production can enter or quit a firm or industry at will. അപ്പം ഏതൊരു ഫേമിൻ്റെയും റിസോഴ്സസ് ഉണ്ടല്ലോ, നമുക്ക് ദാറ്റ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. അതാണ് ഫ്രീ മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ്. ഫേംസിന് ഇൻഡസ്ട്രിക്കകത്ത് ഫ്രീ ആയിട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മൊബൈൽ ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. കൂടുതൽ ഒരുപാട് എക്സ്പ്ലനേഷൻ ഈ നോട്ടിലുണ്ട്, നോ നീഡ്. നെക്സ്റ്റ്, പെർഫെക്റ്റ് നോളജ്. അപ്പോൾ കൺസ്യൂമേഴ്സിനും ഫേമിനും എല്ലാവർക്കും മാർക്കറ്റിനെ കുറിച്ചൊരു പെർഫെക്റ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് നോളജ് അല്ലെങ്കിൽ സിമ്മട്രിക് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് കൺസ്യൂമേഴ്സ്, ഫേംസ് ആൻഡ് റിസോഴ്സ് ഓണേഴ്സ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഹാവ് പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദ മാർക്കറ്റ് കണ്ടീഷൻ. അപ്പോൾ മാർക്കറ്റിൽ എല്ലാവർക്കും ഒരു പെർഫെക്റ്റ് നോളജ് ഉണ്ടായിരിക്കും. ഈച്ച് ഫേം നോസ് ദ പ്രൈസ് പ്രൊവൈഡ് ഇൻ ദ മാർക്കറ്റ്. എല്ലാവർക്കും ആ മാർക്കറ്റിലുള്ള കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്താണെന്ന് അറിയാം. അതുപോലെ തന്നെ ഇറ്റ് വുഡ് നോട്ട് സെൽ ദ കമ്മോഡിറ്റി അറ്റ് ദാറ്റ് പ്രൈസ് ബിലോ ദ മാർക്കറ്റ് പ്രൈസ്, അതും അറിയാം. ഓക്കെ, അപ്പോൾ ആ മാർക്കറ്റ് പ്രൈസിനേക്കാൾ താഴെ നമുക്ക് കമ്മോഡിറ്റി വിൽക്കാൻ കഴിയില്ല എന്നുള്ളതും അറിയാം. സിമിലർലി ഈച്ച് ബയർ ഹാസ് പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദ പ്രൊവൈഡിങ് പ്രൈസ്. സെല്ലറെ പോലെ തന്നെയാണ് ബയർക്കും എന്തുണ്ട്, മാർക്കറ്റ് പ്രൈസിനെ കുറിച്ച് കംപ്ലീറ്റ് ധാരണയുണ്ട്. ഓക്കെ, ആൻഡ് about the prevailing price, and he is not prepared to pay higher price than the price prevailing in the market. അപ്പോൾ ഒരിക്കലും അതിൻ്റെ മുകളിൽ ഒരു മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഒരു ഹയർ പ്രൈസ് കൊടുക്കേണ്ടി വരില്ല എന്ന് ഒരു ബയർക്ക് ശരിക്കും അറിയാം. അപ്പോൾ ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫെക്റ്റ് നോളേജ് വുഡ് എൻഷുർ ദാറ്റ് പ്രൈസ് ഡിഫറൻസ് ആർ ക്വിക്ക്ലി എലിമിനേറ്റഡ് and a single price for the commodity would ultimately prevail throughout the market. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹൈക്ക് പ്രൈസിലുണ്ടായാൽ അതൊരു ഷോർട്ട് ടേം ആണ്. ആ ഷോർട്ട് ടേമിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു എല്ലാ ത്രൂ ഔട്ട് ദ മാർക്കറ്റിൽ സെയിം പ്രൈസ് പ്രിവൈൽ അല്ലെങ്കിൽ നിലവിൽ വരും എന്നുള്ളത് അവർക്ക് നല്ല ഒരു പെർഫെക്റ്റ് നോളേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ. ആൻഡ് okay, sixth,
ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നുള്ള സംഭവം ഈ മാർക്കറ്റിലില്ല. അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് ദാറ്റ് ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻകർ നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇൻ പർച്ചേസിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ്. കമ്മോഡിറ്റി വാങ്ങാനും അതുപോലെ വിൽക്കാനും ഒരിക്കലും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൻ്റെ ഇഷ്യൂ ഈ മാർക്കറ്റിൽ വരുന്നില്ല. ഇൻ അതർ വേർഡ്സ് ദർ ഇസ് നോ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട്. അതെന്നെ പറഞ്ഞു. ഓക്കെ, ദ അസംഷൻ ഈസ് നെസസറി ടു മെയിൻറ്റെയിൻ ദ യൂണിഫോം പ്രൈസ് ത്രൂ ഔട്ട് ദ മാർക്കറ്റ്. ഓക്കെ, അത് കാരണം ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആഫ്റ്റർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ പോയാലും സാധനം കിട്ടും. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളൊരു സംഭവം ഇല്ല. അപ്പോൾ മാർക്കറ്റിൽ ഒരിക്കലും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നില്ല, സീറോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ്. അപ്പോൾ ദീസ് ആർ ദി സിക്സ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇനി what is the difference between pure and perfect competition? Okay, sometimes a distinction is drawn between the perfect competition and pure competition. Okay, but the difference is only a matter of degree. അപ്പോൾ ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്യുവർ കോമ്പറ്റീഷൻ ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള എങ്ങനെയാണ് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ദ കോമ്പറ്റീഷൻ ഈസ് സെഡ് ടു ബി പ്യുവർ when the first three conditions explained above are satisfied. നമ്മൾ ആദ്യം മുകളിൽ പറഞ്ഞ 3 കണ്ടീഷൻ മാത്രമാണ് ഒരു മാർക്കറ്റിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് മാർക്കറ്റ് ഈസ് പ്യുവർ കോമ്പറ്റീഷൻ. ദാറ്റ് മീൻ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്, ഹോമോജീനിയസ് പ്രോഡക്റ്റ് ഉണ്ട്, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഈ 3 ഫീച്ചേഴ്സും അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ആ 3 മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് പറയാം ദാറ്റ് മാർക്കറ്റ് ഈസ് കാൾഡ് പ്യുവർ കോമ്പറ്റീഷൻ. ഓക്കെ, ഇനി മറ്റൊരു രൂപത്തിൽ ദ കോമ്പറ്റീഷൻ ഈസ് സെഡ് ടു ബി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എപ്പോഴാണ് പറയാം? വെൻ ഓൾ ദ 6 കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ എബോവ് ആർ സാറ്റിസ്ഫൈഡ്. മുകളിൽ പറയുന്ന 6 കണ്ടീഷൻസ് അല്ലെങ്കിൽ 6 ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് മാർക്കറ്റ് ഈസ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. 3 ഉള്ളൂ എങ്കിൽ നമുക്ക് പറയാം ആദ്യത്തെ 3 മാത്രമാണ് എങ്കിൽ പ്യുവർ കോമ്പറ്റീഷൻ എന്ന് പറയുന്നു. ഓക്കെ, this means that perfect competition refers to that the market structure where there are large number of buyers and sellers are produce homogeneous product. There is freedom of entry and exit of firm. Producers and consumers, resource owners have perfect knowledge about the market condition. അപ്പോൾ അതാണ്. അപ്പോൾ there are perfect mobility of resources, that is okay, resources, and there is no cost of transportation, and this implies that perfect competition is a much wider term as compared to pure competition, which is a narrow one. കാരണം ആദ്യത്തിൽ 3 ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ പ്യുവർ കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 6 ഫീച്ചേഴ്സ് വരുന്നു, ഒന്നുകൂടെ ഫ്രീഡം കിട്ടുന്നുണ്ട്. ഇത് ബ്രോഡാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ നമുക്കറിയാം ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു മാർക്കറ്റാണ്. ഇൻ റിയൽ വേൾഡിൽ അങ്ങനത്തെ ഒരു മാർക്കറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ.